നമസ്കാരം. പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ സംഘത്തിന് നേരെയുണ്ടായ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി തുടങ്ങി. മർദ്ദിച്ച SIക്ക് സ്ഥലം മാറ്റം. SI S ജിനുവിനാണ് സ്ഥലം മാറ്റം. SP ഓഫീസിലേക്കാണ് മാറ്റം. തുടർ നടപടി DIG തീരുമാനിക്കും. വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DIGക്ക് നൽകി. SI ജിനു അടക്കമുള്ള പോലീസ് സംഘമാണ് റോഡിൽ നിന്നവരെ അകാരണമായി മർദ്ദിച്ചത്. സ്ത്രീകൾക്കുൾപ്പെടെയുള്ളവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. പോലീസ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മർദ്ദനമേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് ഇന്നലെ രാത്രി പോലീസിന്റെ മർദ്ദനമേൽക്കുന്നത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം വിശ്രമത്തിനായി വാഹനം നിർത്തിയപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത്. 20 അംഗ സംഘമായിരുന്നു ട്രാവലറിലുണ്ടായിരുന്നത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI S ജിനു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വിവാഹ സംഘത്തിലുണ്ടായിരുന്നവർക്ക് തലയ്ക്കും കൈക്കും തോളിനും പരിക്കേറ്റു. അതിക്രമത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ആളുമാറിയാണ് ആക്രമണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് പരിക്കേറ്റവരുടെ മൊഴിയെടുത്തിരുന്നു. പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ പോലീസ് മർദ്ദിച്ചത് ആളുമാറിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI S ജിനുവാണ് വിവാഹ സംഘത്തെ ആളുമായി മർദ്ദിച്ചത്. ജനറൽ ആശുപത്രിയിലെത്തി DYSP S നന്ദകുമാർ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് എത്തിയത് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണെന്നും ആളുമാറിയാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നതാധികാരികൾക്ക് നൽകി. അടൂരിൽ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം തല്ലി ഓടിക്കുകയായിരുന്നുവെന്നാണ് പരുക്കേറ്റവർ പറഞ്ഞത്. സംഭവത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് പത്തനംതിട്ട DYSP S നന്ദകുമാർ അറിയിച്ചു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.